ഇതിനും വെള്ളമില്ലല്ലോ. ഇതിലും വെള്ളമില്ലല്ലോ. ഇന്നത്തെ തേങ്ങയിലൊന്നും വെള്ളമില്ല. എടാ മണ്ട, ഈ കുടുമി ഇട്ട് കുലുക്കാതെ തേങ്ങ ആദ്യം കുലുക്ക്. ഞാൻ തന്ന വെള്ളം ഇല്ലാത്തത്. എടാ നീ എവിടെ പോയിരിക്കായിരുന്നു? നിന്നെ കാണുന്നില്ലെന്നും പറഞ്ഞ് ശോഭന അവിടെ കിടന്ന് ഇന്നലെ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. നീ എന്തിനാ നളിനെ അടിച്ചത്? എടാ അതൊരു വലിയ കഥയാ. നീ എവിടെ ആയിരുന്നു അത് പറ. ഞാനാണെങ്കിൽ ഒരു അത്യാവശ്യമായിട്ട് പുറത്ത് പോയതായിരുന്നു. മറ്റേ അവനെ എനിക്ക് ആദ്യം തൊട്ടേ പിടിച്ചിട്ടില്ല. എനിക്ക് അവനെ കാണുമ്പോൾ അങ്ങ് കലി വരുക. അവന് പറ്റിച്ചടാ. നമ്മുടെ നന്ദനയില്ലേ, എൻ്റെ വൈഫിന്റെ അനിയത്തി, അവിടെ കൂട്ടുകാരിയെ കൊണ്ടുപോയി ഏതാണ്ട് പ്രേമിച്ചെന്നോ, അവരെങ്ങാണ്ട് ഹോട്ടലിൽ പോയെന്നോ, അവിടെ ഫുഡ് കഴിച്ചെന്നോ, കാശ് കൊടുത്തില്ലെന്നോ, കളിപ്പിച്ചെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞു. എനിക്കാണ് കൊന്ന കലുക അവനെ വിളിച്ച് ഞാൻ താങ്ങി. ഏത് കൂട്ടുകാരി എവിടെ വെച്ച്? ഏതാണ്ട് ഒരു കൂട്ടുകാരി, എങ്ങാണ്ട് അവള് പഠിച്ച കാലത്തെ കാര്യമാണ്, കോളേജിലെങ്ങാണ്ട്. എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. 7ാം ക്ലാസ് വരെയല്ല പഠിച്ചിട്ടുള്ളൂ, ഇനി കോളേജ്? അല്ല, അവൻ കോളേജിൽ പഠിച്ചിട്ടില്ല. ഈ കൊച്ചു കോളേജിൽ പഠിച്ചപ്പോൾ അവൻ ലവ് ചെയ്തു. അവിടെ പേരെന്തോ? ആ പേരൊന്നും എനിക്കറിയത്തില്ല. എവിടാ പഠിച്ചേ? എടാ മറ്റേ ബാംഗ്ലൂരില്. ബാംഗ്ലൂരിലോ? എനിക്ക് ആ കൊച്ചു പറഞ്ഞപ്പോൾ തന്നെ സംഭവം പിടികിട്ടി. എനിക്ക് അപ്പം തന്നെ തോന്നി ഇവനാണെന്ന്. ഞാൻ പറഞ്ഞു അവന് വെച്ചു കൊടുത്തു. നീ പേഴ്സണലായിട്ടൊന്നും എടുക്കല്, അവൻ കുഴപ്പക്കാരനാണ്. അവൻ കുഴപ്പം കാണിച്ചുകൊണ്ടാണ് ഞാൻ അവനെ പിടിച്ച് തല്ലിയത്. കേട്ടല്ലോ? എൻ്റെ വൈഫിനോടും പറയണം. ചെല്ല്, എനിക്ക് കുറച്ച് തേങ്ങ പൊതിക്കാനുണ്ട്. ഈ പ്രേതാലയത്തിലോട്ട് വന്നിട്ട് കുറേ ദിവസമായി, ഇതുവരെ ഒരു കാര്യം നടക്കുന്നില്ലല്ലോ. ഈ മണ്ടന്മാരെ കൊണ്ടൊന്നും ഒന്നും നടക്കും തോന്നുന്നില്ല. സൂപ്പ് വെറും മടിയണ. ആ നളിനാക്ഷൻ ആണെങ്കിൽ കണ്ണടയും വെച്ച് നടക്കല്ലാണ്ട് ശിക്കാരി ശമ്പു വരാണ്ട് അവന് വല്ലതും എഴുതാൻ അറിയോ? സന്തോഷ് പണ്ഡിറ്റ് പോലും അതിനേക്കാളും ബെറ്ററാണ്. എനിക്ക് പണ്ട് സമ്മാനം കിട്ടിയതല്ലേ ഇലകൾക്കും പൂക്കൾക്കും ഇടയിൽ. എന്ത് രസമായിട്ട് ഞാൻ എഴുതുമായിരുന്നു. ശോഭന, നീ എന്താ നിന്നെ ഇങ്ങനെ മറന്നു പോകുന്നേ? ഓക്കെ, സ്വന്തമായിട്ടൊരു കഥ എഴുതാം. ചന്ദനക്കളറിനഴകേ കണ്ണു വെക്കും കതിരഴകേ ഇതെന്താ മാമ, കാടി വെള്ളോ? മാമേ, സുബ്ലുമോന് ഒരു ബീഫ് അവിയൽ ഉണ്ടാക്കാം, ഒരു വെറൈറ്റി ആയിട്ട്. കാണുമ്പോ കാടിവെള്ളം പോലെ തന്നെ. അത് അങ്ങോട്ടൊക്കെ ശരിയായി വന്നിട്ടില്ല. ശരിയായി വേണമെങ്കിൽ പീസ് എടുത്ത് നോക്കിയാ. വേണ്ട. പിന്നെ എന്താണാവോ ആഗമന ഉദ്ദേശം? അതെ, ഞാനേ എന്നെ ഇവരാരും ഹെൽപ്പ് ചെയ്യുന്നൊന്നുമില്ല കഥ എഴുതാനൊന്നായിട്ട്. അപ്പൊ ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ എഴുതാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്ക് നാച്ചുറൽ ആയിരിക്കണം സംഭവം. വേണം 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 വേണം. അപ്പൊ എനിക്ക് ആരുടെയെങ്കിലും ജീവിതത്തിൽ നിന്നുള്ള ഏടുകൾ എഴുതുന്നതിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോ എനിക്ക് എഴുതാനായിട്ട് ഒരു സ്റ്റോറി വേണം. കഥ പറഞ്ഞുതരോ? എന്തേലും ജീവിതത്തിലെ ഒരു ഏട്, ഒരു പ്രണയകഥ, ഭയങ്കര ഹൃദയസ്പർശിയായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ കയ്യിലുണ്ടോ? നാം ഒരു കഥയില്ലാത്തവനാണെങ്കിലും നമുക്കും ഒരു പഴയകാല പ്രണയം ഉണ്ടായിരുന്നു. ആണോ? ഇതാണ് എനിക്ക് അറിയേണ്ടത്. പറയ്. നല്ല രസമായിട്ട് പൊടിപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ട് പറഞ്ഞോട്ടാ. തൂങ്ങും തൊങ്ങലും അല്ലാതെ ശരിക്കും പറഞ്ഞാൽ മതി. പൊടിപ്പും തൊങ്ങലൊക്കെ ഞാൻ കൊടുത്തോളാം. നാം ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു സമയം, ഒരു നാട്ടിൻ പ്രദേശം. അവളെ പേര് മൈമൂന. മൈമൂനയോ? പ്രണയത്തിന് പിന്നെ കണ്ണും മുക്കും കാതൊന്നും ഇല്ലല്ലോ. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അപ്പൊ ഞാനും എൻ്റെ ഫ്രണ്ടും ഞങ്ങളെല്ലാവരും സ്കൂളിൽ പഠിക്കുന്നൊരു കാലം. അപ്പോൾ ഇവളെ വീട്ടിലൂടെയാണ് ഞങ്ങൾ പോവുക. അപ്പോൾ അങ്ങനെ ഇവളെ വീട്ടിലൊരു നല്ലൊരു തേന്മാവിൻ്റെ മരമുണ്ട്, മാങ്ങ. അപ്പം ഞങ്ങളിത് പറക്കാൻ പോകും. ഒരു ദിവസം പെട്ടെന്ന് ഒരു ദിവസം ആരാ മാങ്ങയ്ക്ക് കല്ലെറിയുന്നേ എന്ന് ചോദിച്ചു. എല്ലാവരും പാഞ്ഞു. മൈമൂന അങ്ങനെ പുറത്തു വന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ കണ്ടപ്പോഴേ ഞാൻ കണ്ണെടുക്കാതെ അങ്ങനെ നോക്കി. എനിക്ക് അന്ന് ഇതേമാതിരി ഒന്നല്ല, എന്റെ തലയിൽ നിറച്ചു മുടിയായിരുന്നു. ആണോ? കമലാസനെ പോലെ തന്നെ ഉണ്ടാവുമെന്ന്, ഇങ്ങനെ ഹിപ്പി മുടിയൊക്കെ ആയിട്ട്. അവൾ എന്നെ കണ്ടിട്ട് അവളെ എന്നെ നോക്കി, ഞാൻ അവളെ നോക്കി. ഞങ്ങൾ ഇങ്ങനെ തന്നെ നോക്കി കണ്ണിൽ. പെട്ടെന്നുണ്ട് ഒരു കാലന്റെ മാതിരി അവളെ ബാപ്പ അങ്ങ് ഇറങ്ങി വന്ന്. പോത്തൈദ്രോസ് എന്നാ വിളിക്കുക, പോത്തിന് വെട്ടുന്ന പണിയാണ്. അപ്പൊ അയാളിങ്ങി വന്ന് ഞങ്ങൾ ഓടിച്ച്. ഞാൻ അപ്പം ഓടി. പിന്നെ ഞാൻ സ്ഥിരം അവിടെ പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്റെ പ്രേമം എങ്ങനെയെങ്കിലും അറിയിക്കണല്ലോ അവളെ. ഞാനൊരു കത്തെഴുതി.
കത്തെഴുതി. ഞാൻ നോക്കുന്ന സമയത്ത് അവൾ സ്കൂളിൽ പോകുന്ന ഒരു ദിവസം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവളെ കഞ്ഞിപ്പാത്രമുണ്ട്, ഞാനതിൽ ഒരു കത്തെഴുതി ഞാൻ വല്ല ജനലിൽ കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ച്. എന്തേ? അല്ല, ഈ കഥ ഞാൻ എവിടെയോ കേട്ട പോലെ. മറ്റേ എന്തായിരുന്നു ഒരു സിനിമ വന്നിട്ടില്ലേ, മറ്റേ മൊയ്തീനും കാഞ്ചനയും തൂക്കുപാത്രത്തിലാക്കിയിട്ട് കത്ത് കൊടുക്കണേ. ഛേ, അതൊക്കെ എന്നെപ്പോലുള്ള ഇനിയിപ്പോൾ ഞാൻ ഈ കഥ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ആരുടെ പറഞ്ഞ സമയത്ത് ഇത് ലീക്കായി പോയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയതായിരിക്കണം. ക്ലീശയാണ് ചേട്ടാ, വർക്കാവില്ല. എനിക്ക് വർക്കാവില്ല. അല്ല, ഞങ്ങളുടെ സിനിമക്കാരുടെ ഒരു കോഡ് വാക്കാണേ വർക്കായില്ലാന്ന്. എനിക്കിത് വർക്കായില്ല. ആ, ഇതിലൊരു സ്റ്റോറി ഇല്ലല്ലോ, ഇതിലെന്തുണ്ട്? ഒന്നുമില്ല, ഒരു മണ്ണാങ്കട്ടിയില്ല. എന്നാ ശരി, ഞാൻ നിങ്ങളെ കൊണ്ട് കുക്ക് ചെയ്യാനും പറ്റത്തില്ല, ഒരു സ്റ്റോറി തരാനും പറ്റത്തില്ല, ഒരു മണ്ണാങ്കട്ടയും പറ്റത്തില്ല. അത് എനിക്ക് മനസ്സിലായി. നോമിനി അത് റെഡിയാക്കിട്ടൊന്ന് നന്നായി പറ. അയ്യോ, വേണമെന്നില്ല, വേണമെന്നില്ല. മൈമൂന ഇല്ല, താങ്ക് യു. സാറില്ല, ഞാൻ തുബ്ലുമോനുള്ള ബീഫ് അവിയൽ ഒന്ന് റെഡിയാക്കട്ടെ. അതായിരിക്കും നല്ലത്. ഇത് തന്നെ രാത്രി ഒരു വെറൈറ്റി ആയിട്ട് മാറ്റി പിടിക്കാം. കുറച്ച് ഉപ്പ് കൂടുതൽ ഇട്ടാൽ മതി. അപ്പം ഇത് രാത്രിത്തേക്കുള്ള ബീഫ് ഒലത്തിയതാക്കും ഞാൻ. എന്റെ ദൈവമേ, മുത്തു അറിഞ്ഞല്ലോ ഇത്. പാവപ്പെട്ട നളിന് എന്റെ പേരിൽ ഇടി കിട്ടിയത്. അവനല്ല, ഞാനാ. നാണം കെടും. ശോഭനെ അറിയും, ചന്ദനെ അറിയും, നന്ദനെ അറിയും, എല്ലാരും നാണം കേടുപോവല്ലോ. എന്നാലും ഈ സാധനം എങ്ങനെ ഇത് പൊങ്ങി വന്നത്? ഇപ്പൊ തന്നെ ഫുഡ് കഴിച്ചിട്ട് വാട്സപ്പിൽ 1 ടൈം ആയിട്ട് ഫോട്ടോ ഇടണം, അല്ലാണ്ട് ഞാൻ കഴിക്കത്തില്ല. അയ്യോ, ഗ്രീഷ്മയുടെ ഫ്രണ്ട് ഈ കുരിശാ പറഞ്ഞതപ്പോ അവളെന്നെ കണ്ടാ മനസ്സിലാവും. ഇരിക്കണ്ട, இன்னுமா ரொம்ப ஹாப்பியா இருக்க? என்ன விஷயம்? நானே கொஞ்சம் முடிவெடுத்துட்டாங்க. ലൈഫില് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശമില്ല. അപ്പോ ഞാൻ സ്വന്തമായിട്ട് ഒരു കഥ എഴുതാൻ അങ്ങ് തീരുമാനിച്ചു. സൂപ്പർമാ, അതാ നീ പെർഫെക്റ്റാன ഒരു വേല செஞ்சிருக்க അല്ലേ? എന്നിട്ട് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും. സൂപ്പർമാ, അത് കളിക്കിട്ടേ അരുമ. അപ്പോ എനിക്കൊരു കഥ ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. அப்படியா? അപ്പൊ അണ്ണന്റെ പ്രണയകഥ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ. நான் ரொம்ப நாளா வெயிட் பண்ணிட்டு இருக்கேன். அப்படிங்களா? ஆமா, யார்கிட்டயா சொல்றதுக்கு எனக்கு ரொம்ப பிடிக்கும். ஓகே, உங்களுக்கு ஞாபகம் இருக்கா? எல்லாமே ஞாபகம் இருக்கா? ஆமா. അപ്പൊ കഥ കേൾക്കാൻ ഞാൻ റെഡി. പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുതി എടുക്കും, ഡൗട്ടൊക്കെ ചോദിക്കും. അപ്പൊ ഒന്നും തോന്നരുത്, ഫ്ലോ പോയ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പൊ പറഞ്ഞു. நாங்க வந்து ஃபர்ஸ்ட் எங்க ஊர் வந்து கிராமம், ஊர் வில்லேஜ். ஓகே. அங்க வந்து என் வைஃப் சந்தனா, நாங்க ஸ்கூல்ல ஒண்ணா படிச்சோம். ஸ்கூல்ல இருந்தே ஒண்ணா படிக்கிறோம். சின்ன வயசுல இருந்தே எங்களுக்கு தெரியும். அப்படி அவ 7ஆம் கிளாஸ் படிக்கும் போது ஒரு தடவை ஆத்துல குளிச்சிட்டு இருக்கும்போது தண்ணியில அடிச்சிட்டு போயிடுச்சு. ஐயோ, சந்தனையா? ஆமா. அப்ப நான் தான் போய் ஸ்விம் பண்ணி அவளை காப்பாத்தினேன். அப்படியா? அப்பத்துல இருந்தே அவளுக்கு என் மேல லவ். ஆனா ஷோ பயங்கர இன்ட்ரெஸ்டிங் ஆனல்ல. എന്നിട്ട് அதுக்கப்புறம் எங்க ஊர் திருவிழா வந்தது. அதுக்கப்புறம் கொஞ்ச நாள் அப்படியே போச்சு. எங்க ஊர் திருவிழா படையணி வந்தது. அந்த படையணினா செலிப்ரேஷன். இது செலிப்ரேஷன், இந்த படக்கம் எல்லாம் பொட்டிச்சு. ஓ, கோவில்ல உற்சவம், திருவிழா. திருவிழா இங்கனே. ஓகே. அந்த திருவிழா டைம்ல வந்து கடைசி நாள் அன்னைக்கு வந்து எனக்கு வந்து பொட்டு வச்சு விட்டா கோயிலுக்கு வந்து. சந்தனா வச்சுட்டு அவளுக்கு பிடிச்சிருக்குன்னு சொன்னா. அப்ப அவளாடா இங்கോട്ട് பிடிச்சிருக்குன்னு சொன்னது? ஐயோ, அடிபொலியாடல, அவளு சூப்பராட்டா. அன்னையில இருந்து நான் வந்து இந்த பொட்டு வைக்காம இருப்பேன், குளிக்கலனாலும் பொட்டு வச்சுப்பேன். அப்படிங்களா? ஷோ, நீங்க ரொம்ப பாசம் உள்ள அன்பான കാതലൻ അല്ലേ? നല്ല രസമുണ്ട്, നല്ല സ്റ്റോറി. പിന്നെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സംഭവം? +2 எல்லாம் முடிச்சதுக்கு அப்புறம் பார்க்க முடியாம போச்சு. அப்புறம் நான் என்ன பண்ணுவேன், அந்த டைம்ல போனு, இன்ஸ்டாகிராம், ஃபேஸ்புக் இதெல்லாம் கிடையாது. அப்ப நான் வாடகை சைக்கிள் எடுத்துட்டு வாடகை சைக்கிள்ல அப்படியே போவேன் அவளை பாக்குறதுக்கு, இந்த சனி ஞாயிற்றுக்கிழமைல எல்லாம். ஆமா, அவளும் வந்து பாப்பா. அப்படியே அவளை பார்க்கும்போது அப்படியே வயிற்றுக்குள்ள ஒரு பட்டாம்பூச்சி அப்படியே பறகுற ஒரு ஃபீல். அப்படியே செம்மையா இருக்கும். ஆமா, பொலி வைபல்ல, செம்மையா இருக்கும், சூப்பரா இருக்கும், ரசா இருக்கும். ஆமா, அப்படியே அந்த பட்டாம்பூச்சி எல்லாம் பறக்கும், அப்படியே ஜாலியா இருக்கும். அப்படியா? இவ்வளவுதானா? அவ்வளவுதான்மா. அவ்வளவுதான் இப்ப ஞாபகம் இருக்குது. நான் அப்புறமா சொல்லட்டுமா மீதி? வேணாண்ணா, போதும், இது போதும், அவ்வளவு போதும். என்னம்மா நீ நல்லா இருக்குன்னு சொன்ன? நல்லா இருக்கண்ணா, நான் பயங்கர கிளீஷே, வர்க்கா இல்ல.
ഇതൊന്നും അല്ല എൻ്റെ ഒരു സംഭവം. ചേട്ടൻ പൊക്കോ പൊക്കോ, ശല്യം ചെയ്യണ്ട, പൊക്കോ. കൂടെ കഥയിൽ കൊണ്ട് വന്നിരിക്കണം, വെറുതെ എൻ്റെ ടൈം പറഞ്ഞു. ഞാനിപ്പോൾ ഇത് എവിടെ തുടങ്ങും, എവിടെ അവസാനിപ്പിക്കും?